Genesis chapter 4 verses 17 to 26. ഉൽപ്പത്തി പുസ്തകം 4 അധ്യായം 17 മുതൽ 26 വരെ. Cain knew his wife, and she conceived and bore Enoch. And he built a city and called the name of the city after the name of his son Enoch. കായൻ തന്റെ ഭാര്യയുമായി ചേർന്ന് അവൾ ഗർഭം ധരിച്ച് ഹേനോക്കിനെ പ്രസവിച്ചു. കായൻ ഒരു നഗരം പണിതു, തന്റെ പുത്രനായ ഹേനോക്കിന്റെ പേര് അതിന് നൽകി. To Enoch was born Irad, and Irad was the father of Mahujael, and Mahujael the father of Mathushael, and Mathushael the father of Lamech. ഹേനോക്കിന് ഈരാദും ഈരാദിൻ മെഹൂയായേലും ജനിച്ചു. മെഹൂയായേലിന് മെഥൂശായേലും മെഥൂശായേലിന് ലാമേക്കും ജനിച്ചു. And Lamech took 2 wives. The name of the one was Ada, and the name of the other Zillah. ലാമേക്കിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, ആദയും സില്ലായും. Ada bore Jabal. He was the father of those who dwell in tents and have cattle. ആദയുടെ മകനായിരുന്നു യാബാൽ. കൂടാരവാസികളുടെയും അജപാലകരുടെയും പിതാവായിരുന്നു അവൻ. His brother's name was Jubal. He was the father of all those who play the lyre and pipe. അവന്റെ സഹോദരന്റെ പേര് യൂബാൽ. കിന്നരവും വേണുവും വായിക്കുന്നവരുടെ പിതാവായിരുന്നു അവൻ. Zillah bore Tubal-Cain. He was the forger of all the instruments of bronze and iron. The sister of Tubal-Cain was Naamah. സില്ലായ്ക്ക് ഒരു പുത്രനുണ്ടായി. തുബൽ-കയീൻ ചെമ്പുപണിക്കാരുടെയും ഇരുമ്പുപണിക്കാരുടെയും പിതാവായിരുന്നു അവൻ. തുബൽ-കയീന് നാമ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. Lamech said to his wife, Ada and Zillah, hear my voice. You wives of Lamech, hearken to what I say. I have slain a man for wounding me, a young man for striking me. ലാമേക്ക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞു, ആദായെ സില്ലായെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ലാമേക്കിൻ്റെ ഭാര്യമാരെ എനിക്ക് ചെവി തരുവിൻ. എന്നെ മുറിപ്പെടുത്തിയ ഒരുവനെയും എന്നെ അടിച്ച ഒരു ചെറുപ്പക്കാരനെയും ഞാൻ കൊന്നുകളഞ്ഞു. If Cain is avenged 7-fold, truly Lamech 77-fold. കായന്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമേക്കിൻ്റേത് 77 ഇരട്ടിയായിരിക്കും. And Adam knew his wife again, and she bore a son, and called his name Seth, for she said, God has appointed for me another child instead of Abel, for Cain slew him. ആദം വീണ്ടും തൻ്റെ ഭാര്യയോട് ചേർന്ന് അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. സേത്ത് എന്ന് അവന് പേരിട്ടു, കാരണം കായീൻ കൊന്ന ആബേലിന് പകരം എനിക്ക് ദൈവം തന്നതാണ് അവൻ എന്ന് അവൾ പറഞ്ഞു. To Seth also a son was born, and he called his name Enosh. At that time men began to call upon the name of the Lord. സേത്തിനും ഒരു പുത്രൻ ജനിച്ചു. സേത്ത് അവനെ എനോഷ് എന്ന് വിളിച്ചു. അക്കാലത്ത് മനുഷ്യർ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി.